സിആർ നേരത്തെ കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് തുടർച്ചയിൽ ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതി ഈ ഇലക്ഷൻ കമ്മീഷൻ തന്നെ വാദിക്കുന്നത് ഈ അൺചെക്ഡ് ഫോറിൻ ഫണ്ടിങ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ വിച്ച് കുഡ് ലീഡ് ടു ഇന്ത്യൻ പൊളിറ്റിക്സ് ബീങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫോറിൻ കമ്പനീസ് എന്ന് പറയുകയാണ്. ഇപ്പോൾ നേരത്തെ വന്ന ടിക്ടോക്ക് പോലെയുള്ള ഇവിടെ പിന്നെ നിരോധിക്കപ്പെട്ട കമ്പനികൾ PM-KS ഫണ്ടിലോട്ട് പണം കൊടുത്തെങ്കിൽ ഇപ്പോൾ ചൈനക്കാരൻ്റെ ഒരു ബിനാമി കമ്പനി ഇന്ത്യയിലുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകാൻ അവർക്ക് കഴിയും എന്ന് പറയലാണ്. എന്ന് പറഞ്ഞാൽ അവിടെ അതിർത്തിയിൽ കമ്പും കല്ലും കുറുവടിയും ചെമ്പ് കമ്പിയും കൊണ്ട് നമ്മുടെ സൈനികരെ തല്ലിക്കൊന്ന ശത്രുരാജ്യത്തിൻ്റെ പണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലുണ്ടോ എന്ന് വെളിവാക്കപ്പെടുന്ന ഒരു ഘട്ടമാണ് SBI മൗനത്തിൻ്റെ പുനത്തിലേക്ക് ഒളിച്ച് പേടിച്ച് മുട്ടുപറയ്ക്കുന്നത്. അത് പുറത്തു വരാതിരിക്കേണ്ടത് ആരുടെയൊക്കെ ആവശ്യമാണ് ശ്രീ CR നീലകണ്ഠൻ. പല ശ്രദ്ധ തിരിക്കൽ ഉദ്ദേശങ്ങൾ ഉണ്ടാകും. ഒരു സംശയമില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യസ്നേഹം പറയുന്നത് അതിരാജ്യസ്നേഹം കപടമാണ്. അതിപ്പോ നമുക്ക് ചരിത്രം എവിടെ നോക്കിയാലും അറിയാം. അതിരാജ്യസ്നേഹം, അതിര് കടന്നൊരു രാജ്യസ്നേഹം പറയുന്നത് കപടമാണ്. അതിന്റെ പിന്നിൽ മറ്റ് അജണ്ടകളാണുള്ളത്. അവർക്ക് ഒരു ദേശീയതയില്ല, ദേശീയബോധമില്ല. ദേശം എന്ന് പറഞ്ഞാൽ ജനങ്ങളല്ലേ, ജനങ്ങളെ മുന്നിൽ കാണുന്ന ഒരു സംഗതിയല്ല, ഒരു വിഭാഗത്തിനെ കാണുന്നതല്ലല്ലോ ദേശീയത എന്ന് പറയുന്നത്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ തർക്കിക്കേണ്ട ഒരു കാര്യമില്ല. 2019 സുപ്രീം കോടതി ഗൊഗോയുടെ ബെഞ്ച് കൃത്യമായി പറഞ്ഞതല്ലേ അന്ന് ഈ ബോണ്ടിന്റെ കേസ്, ADRന്റെ കേസ് വരുമ്പോൾ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സിന്റെ കേസിൽ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ അത്? നിങ്ങൾ എപ്പോഴാവശ്യപ്പെട്ടാലും ഇതിന്റെ മുഴുവൻ വിവരങ്ങളും നൽകാൻ നിങ്ങൾ തയ്യാറായിരിക്കണം എന്ന് അന്ന് പറഞ്ഞതാണ്. അപ്പോ അന്ന് ഇലക്ഷൻ കഴിഞ്ഞു പോയി. അന്നും ഇതുപോലെ ഹാഷ്മി ഓർമ്മിക്കുണ്ടാവും, 2020 ഒരു ഇലക്ഷൻ കമ്മീഷണർ ഇവിടുന്ന് വിട്ടുപോയി. പിന്നെ അയാൾ വേറെന്തോ ഒരു ജോലിക്ക് പോയി ADBയിലൊക്കെ. അതുകൊണ്ട് അവിടെയും തർക്കത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇതാണ്. മോഡി വിശ്വസ്തനായി ഏൽപ്പിച്ച ഒരുത്തനാണ് ഇറങ്ങിപ്പോയത്, അരുൺ ഗോയൽ. അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് പുറത്തുവിടേണ്ടി വന്നു കഴിഞ്ഞാൽ അയാൾ പിന്നെ എന്തിനാ അവിടെ പോയിരുന്നേ? ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ ആർട്ടിക്കിൾ 14 കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ശരിയാ വരുന്നത്. ഓൾ എന്ന് തന്നെയാണ് ആർട്ടിക്കിൾ 14 ഉപയോഗിക്കണേ. ഓൾ ആർട്ടിക്കിൾ 14 നിയമം പഠിച്ചവർക്കറിയാം. ആർട്ടിക്കിൾ 14 19 21 ഒക്കെ തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് സിറ്റിസൺ ഉള്ളതാണ്, ആർട്ടിക്കിൾ 14 ഓൾ എന്നാണ്, എല്ലാവർക്കും. അപ്പോ ഇനി ഇതിൽ ഇന്ത്യ ഒരു ചോദ്യം, നെഹ്റുവിന് എന്തായാലും ഇപ്പൊ ഇവർക്ക് സന്തോഷമായിട്ട് നെഹ്റു ഒരു നല്ല കാര്യം ചെയ്തു എന്ന് BJP ചരിത്രത്തിൽ ആദ്യമായിട്ട് അംഗീകരിക്കുകയാണ്. ഇവിടെയുള്ള IIT-കളോ IAS-കളോ റിസർച്ച് സ്ഥാപനങ്ങളോ ഒന്നും നെഹ്റു ചെയ്തില്ല, ഒക്കെ മോഡി വന്നിട്ടുണ്ടായതാ. ഇവിടുത്തെ എല്ലാ സ്ഥാപനങ്ങളും, JNU പോലും ഇപ്പൊ മാറ്റണം, പേര് മാറ്റണം, നെഹ്റുവിന്റെ പേരായതുകൊണ്ട് മാറ്റണം എന്ന് പറയുന്നവര് ഒരു കാര്യം നെഹ്റു പറഞ്ഞത് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ, അതവിടെ നിൽക്കട്ടെ. പ്രശ്നം അതല്ല. ഈ അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ ഇതിൽ വന്നേ? അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ ഈ കരാറിലുള്ളത്? അഫ്ഗാനിസ്ഥാൻ വേറൊരു രാജ്യമാണ്, ഇന്ത്യ ആയിട്ടുള്ള വിഭജനത്തിൽ പെടുന്ന ഒരു രാജ്യമല്ല അഫ്ഗാനിസ്ഥാൻ ചരിത്രത്തിൽ. അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ ഇപ്പൊ ഇതിൽ വന്നേ? അവിടെ ഒരു പ്രശ്നം. ഞാൻ പറഞ്ഞത് അങ്ങനെ ന്യൂനപക്ഷങ്ങളോട്, പീഡിപ്പിക്കപ്പെടുന്നവരോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ തുടക്കത്തിൽ ചോദിച്ചു, ബർമ്മയിൽ റോഹിംഗ്യൻ മുസ്ലിംസ് ഉണ്ട്, അവിടെ ബുദ്ധിസ്റ്റ് രാജ്യമാണ്. നേപ്പാളിൽ നാളെ ഒരു മുസ്ലിം പറയാണ് ഞാനിവിടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഇനി ഏത് വിഭാഗമാണെങ്കിലും മതേതര ഇന്ത്യ എനിക്ക് അഭിമാനമാണ് എന്ന് ഒരു മുസൽമാൻ പാകിസ്ഥാനിൽ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇവിടെ വരാൻ അവകാശമില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അങ്ങനെ ബംഗ്ലാദേശിൽ എന്ന് പറഞ്ഞാൽ അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ദേശസ്നേഹം എന്ന് പറയുന്നത് കപടമാവുകയും ദേശസ്നേഹത്തിന്റെ ഇത്തരം ടെക്നിക്കുകൾ പ്രയോഗിക്കുകയും ചെയ്യുക. അത് മോഡി വളരെ തമാശ പറഞ്ഞല്ലോ, സുപ്രീം കോടതിയുടെ ബോണ്ടിന്റെ വിധി വന്നപ്പോ കുചേലൻ കൃഷ്ണന് അവില് കൊടുത്തൊരു കഥ പറഞ്ഞു. എനിക്ക് ചിരിയും സന്തോഷവും സങ്കടമൊക്കെ വന്നു. കുചേലൻ കൊടുത്ത നെല്ലും കല്ലും കലർന്ന അവിലാണോ ഈ വലിയ ഫോറിൻ കമ്പനികൾ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള തട്ടിപ്പ് കമ്പനികൾ ഇവിടുത്തെ ആളുകൾക്ക് കൊടുക്കുന്നത്? അദാനി കൊടുക്കുന്ന അവില് കല്ലും നെല്ലും കലർന്ന അവിലാണല്ലോ അദാനി കൊടുക്കുക, അല്ലെ? അപ്പൊ കൃഷ്ണനും കുചേലനും, മോഡി കൃഷ്ണനും കുചേലൻ കൊണ്ടുകൊടുക്കുന്ന അവില്. അപ്പൊ ഒരു ഗുണം കൂടി ഉണ്ട് അവിടെ. കൃത്യമായ ഇത് വന്നു. കുചേലൻ എന്താ തിരിച്ചു കൊടുത്തതെന്ന് ഓർമ്മയുണ്ടല്ലോ, അല്ലെ? കൊടുത്ത അവിലിന്റെ പല മടങ്ങ് കുചേലന് വലിയ കെട്ടിടവും വലിയ സംഗതിയൊക്കെ തിരിച്ചു കൊടുത്തു. അതൊക്കെ സത്യ. ഒരു ചെറിയ അദാനി ഒരു സാധനം കൊടുത്താൽ അദാനിക്ക് അതിന്റെ 10,000 മടങ്ങ് തിരിച്ചു കൊടുക്കും. കുചേലന് അവില് കൊടുത്തപ്പോ കൃഷ്ണന് അങ്ങോട്ട് അവില് കൊടുത്തപ്പോ ഇങ്ങോട്ട് വലിയ മാളികകളും വീടും ഒക്കെ കൊടുത്തു എന്നാണ് പുരാണം പറയുന്നത്. അപ്പൊ പ്രശ്നം അത് തന്നെയാണ്. കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഇത്തരം സംഗതികൾ ഉയർത്തിക്കാട്ടി ധ്രുവീകരണം ഉണ്ടാക്കുക, യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് വിടുക. അത് ബോർഡിന്റെ വിഷയമായാലും ഇലക്ഷൻ കമ്മീഷന്റെ വിഷയമായാലും അതിൽ നിന്ന് പിടിക്കുക. എന്നിട്ടും പോരാ, ഇപ്പൊ വലിയ വർത്താനം തുടങ്ങിയതല്ലേ, 400, 500 എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതല്ലേ. ഇപ്പൊ രാജ്യത്ത് മുഴുവൻ, ഞാൻ തന്നെ പറഞ്ഞ സഖ്യകക്ഷികളെ അന്വേഷിച്ച് നടക്കുക, എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ പിടിക്കുക.